എല്ലാ കൂട്ടുകാർക്കും അശ്വിൻസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഗാന്ധി പതിപ്പ് തയ്യാറാക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ബെൽ ബട്ടണോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം നമുക്ക് ഒരു ടൈറ്റിൽ കൊടുക്കണം. മഹാത്മാ ഗാന്ധി നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഉള്ളടക്കവും പേജ് നമ്പറും വെച്ച് ഒരു പേജ് തയ്യാറാക്കുക. ഇനി നമുക്ക് ഒരു ചെറിയ ആമുഖം എഴുതാം. സത്യമല്ലാതെ വേറൊരു ഈശ്വരനില്ലെന്ന് വിശ്വസിക്കുകയും സത്യത്തിനായി ജീവൻ പോലും നൽകാൻ തയ്യാറാവുകയും ചെയ്ത രാഷ്ട്രപിതാവാണ് മഹാത്മാ ഗാന്ധി. അടിമത്തത്തിനെതിരായി ഗാന്ധിജി നടത്തിയ പോരാട്ടം എത്രയോ രാജ്യങ്ങൾക്ക് അടിമച്ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യത്തിലേക്ക് കുതിക്കാനുള്ള പ്രചോദനമായി. മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ഉൾപ്പെടെ പ്രയാസകരമായത് പലതും അഹിംസയിലൂടെ മാത്രം നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇന്ത്യയിൽ നിന്നും ഇന്ത്യക്കാരിൽ നിന്നും ഗാന്ധിജി ഏറെ അകന്നാണ് ഇന്ന് നിൽക്കുന്നതെങ്കിലും കെടാവിളക്കായി അനേകരുടെ ഹൃദയത്തിൽ ഇന്നും അദ്ദേഹമുണ്ട്, എന്നും ഉണ്ടായിരിക്കുകയും ചെയ്യും. ഗാന്ധിജി മുന്നോട്ട് വച്ച മൂല്യങ്ങളും ആദർശങ്ങളും പാലിക്കാനായാൽ ലോക സമാധാനത്തിന് വലിയ മുതൽക്കൂട്ടാകും അത്. ഇനി നമുക്ക് ഒരു ലഘു ജീവചരിത്രം എഴുതാം. മഹാത്മാഗാന്ധി ജീവിതത്തിലൂടെ 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദർ ജില്ലയിലാണ് ഗാന്ധിജി ജനിച്ചത്. പിതാവ് കരംചന്ദ് ഗാന്ധി, മാതാവ് പുതലിഭായ്. യഥാർത്ഥ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. 1883 കസ്തൂർബ ഗാന്ധിയെ വിവാഹം കഴിച്ചു. 4 കുട്ടികൾ: ഹരിലാൽ, മണിലാൽ, രാംദാസ്, ദേവദാസ്. ഇന്ത്യയിലും ഇംഗ്ലണ്ടിലുമായി പഠനം പൂർത്തിയാക്കിയ ഗാന്ധിജി 1891 വക്കീലായി ജോലി ആരംഭിച്ചു. ജോലി ആവശ്യത്തിനായി 1893 ദക്ഷിണാഫ്രിക്കയിൽ എത്തിയ അദ്ദേഹത്തിന് വർണ്ണവിവേചനത്തിൻ്റെ പേരിൽ പല ദുരിതങ്ങളും കാണുകയും അനുഭവിക്കേണ്ടിയും വന്നു. ഇത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശത്തിന് ഇടയാക്കി. ഇന്ത്യക്കാരുടെ അവകാശങ്ങൾക്കായി പോരാടിയ അദ്ദേഹം ഗാന്ധിജി എന്നറിയപ്പെടാൻ തുടങ്ങി. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി 1915 ജനുവരി 9 ഇന്ത്യയിൽ തിരിച്ചെത്തി. ഇന്ത്യയിൽ തിരിച്ചെത്തിയ അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ കൊള്ളരുതായ്മയ്ക്കെതിരെ പോരാടാനുള്ള ഉറച്ച മനസ്സുമായി രാഷ്ട്രീയ ജീവിതത്തിൽ സജീവമായി. സത്യവും അഹിംസയും കൈവിടാതെയുള്ള സത്യാഗ്രഹമായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ആയുധം. ചമ്പാരൻ സമരം, ഖേഡ സമരം, ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം, നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയവ ഗാന്ധിജി നേതൃത്വം നൽകിയ സമരങ്ങളാണ്. സത്യാഗ്രഹത്തെ സമരായുധമാക്കി രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ഗാന്ധിജിയെ രവീന്ദ്രനാഥ ടാഗോർ മഹാത്മാ എന്നും സുഭാഷ് ചന്ദ്രബോസ് രാഷ്ട്രപിതാവ് എന്നും വിശേഷിപ്പിച്ചു. കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ ബാപ്പുജി എന്നും വിളിച്ചു. 1948 ജനുവരി 30 ന്യൂഡൽഹിയിലെ ബിർള മന്ദിറിൽ നാഥുറാം വിനായക് ഗോഡ്സെ എന്ന മതഭ്രാന്തൻ്റെ വെടിയേറ്റാണ് ഗാന്ധിജി മരിച്ചത്. ഇനി നമുക്ക് ഗാന്ധിജിയുടെ പ്രധാന സമരങ്ങളെക്കുറിച്ച് എഴുതാം. ചമ്പാരൻ സമരം. ബീഹാറിലെ ചമ്പാരൻ ഗ്രാമത്തിൽ നീലം കൃഷി ചെയ്യുന്ന കർഷകരുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ 1917 നടന്ന സമരമാണ് ചമ്പാരൻ സമരം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹ സമരമായിരുന്നു ഇത്. അഹമ്മദാബാദ് തുണിമിൽ സമരം. 1918 അഹമ്മദാബാദിലെ തുണിമിൽ ഉടമകളും തൊഴിലാളികളും തമ്മിലുള്ള തർക്കത്തിൽ ഗാന്ധിജി ഇടപെട്ടു. ഗാന്ധിജിയുടെ ആദ്യ നിരാഹാര സമരമായിരുന്നു ഇത്. ഖേഡ സമരം. 1918 ഗുജറാത്തിലെ ഖേഡ ജില്ലയിൽ കൃഷി നശിച്ചതിനെ തുടർന്ന് കർഷകർക്ക് ഭൂനികുതി ഇളവ് ആവശ്യപ്പെട്ട് അദ്ദേഹം സത്യാഗ്രഹ സമരം നടത്തി. നിസ്സഹകരണ പ്രസ്ഥാനം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് 1920 ബ്രിട്ടീഷുകാരുടെ എല്ലാ നടപടികളോടും സഹകരിക്കാതിരിക്കാൻ ഗാന്ധിജി കണ്ടെത്തിയ സമരമാർഗമായിരുന്നു നിസ്സഹകരണ സമരം. രാജ്യവ്യാപകമായി വൻ സ്വീകാര്യതയാണ് അഹിംസയിലൂന്നിയ ഈ സമരത്തിന് ലഭിച്ചത്. എന്നാൽ ഉത്തർപ്രദേശിൽ 1922 നടന്ന ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ സമരം ഗാന്ധിജി പിൻവലിച്ചു. ഉപ്പ് സത്യാഗ്രഹം അഥവാ ദണ്ഡി യാത്ര. ഉപ്പിന് ബ്രിട്ടീഷ് ഭരണകൂടം വൻതോതിൽ നികുതി ഏർപ്പെടുത്തിയതിനെതിരെ നടന്ന സമരമാണ് ഉപ്പ് സത്യാഗ്രഹം.
1930 മാർച്ച് 12-ന് സബർമതി ആശ്രമത്തിൽ നിന്ന് ഗാന്ധിജിയും അനുയായികളും പുറപ്പെട്ട യാത്ര 1930 ഏപ്രിൽ 6-ന് ദണ്ഡി കടപ്പുറത്തെത്തി ഉപ്പ് നിയമം ലംഘിച്ച് ഉപ്പ് കുറുക്കി അവസാനിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരം, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ ആഹ്വാനം ജനങ്ങൾ ഏറ്റെടുത്ത സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. 1942-ലെ ഈ സമരമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ അവസാന സമരം. ഗാന്ധിജിയെ സ്വാധീനിച്ചവർ അല്ലെങ്കിൽ ഗാന്ധിജിയെ സ്വാധീനിച്ചവ എന്തെല്ലാമായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം ജോൺ റസ്കിൻ്റെ അൺ ടു ദി ലാസ്റ്റ് ആയിരുന്നു. ടോൾസ്റ്റോയ് ആണ് ഗാന്ധിജിക്ക് ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയ്, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ, ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുടെ രാഷ്ട്രീയ ശിഷ്യനും വിനോബ ഭാവെ ആത്മീയ ശിഷ്യനുമായിരുന്നു. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാരിയാണ്. മെഡ്ലിൻ സ്ലേഡ് എന്ന മീരാ ബഹനാണ് ഗാന്ധി ശിഷ്യ. ഭഗവത്ഗീത തൻ്റെ അമ്മയാണെന്ന് ഗാന്ധിജി പറഞ്ഞു. ഗാന്ധിജി രവീന്ദ്രനാഥ ടാഗോറിനെ ഗുരുദേവ് എന്ന് വിശേഷിപ്പിച്ചു. ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിളിച്ചു. ഇനി ഗാന്ധിജി കേരളത്തിലെത്തിയ സംഭവത്തെക്കുറിച്ച് നമുക്ക് എഴുതാവുന്നതാണ്. സ്വാതന്ത്ര്യ സമര പോരാട്ടകാലത്ത് 5 തവണ കേരളത്തിലെത്തിയ ഗാന്ധിജി സംസ്ഥാനത്തുടനീളം സഞ്ചരിച്ചിട്ടുണ്ട്. 1920 ഓഗസ്റ്റിൽ ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനങ്ങളുടെ പ്രചരണാർത്ഥമാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ എത്തുന്നത്. 1925 മാർച്ചിൽ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചായിരുന്നു ഗാന്ധിജിയുടെ 2ാമത് കേരള സന്ദർശനം. തെക്കേ ഇന്ത്യൻ പര്യടനത്തിൻ്റെ ഭാഗമായി 1927 ഒക്ടോബർ 9 മുതൽ 15 വരെയായിരുന്നു ഗാന്ധിജിയുടെ 3ാമത്തെ കേരള സന്ദർശനം. 1934 ജനുവരിയിൽ ഹരിജന ഫണ്ട് ശേഖരണം മുഖ്യ ലക്ഷ്യമാക്കിയാണ് ഗാന്ധിജി 4ാമത് കേരളത്തിൽ എത്തിയത്. 1937 ജനുവരിയിൽ ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ഗാന്ധിജിയുടെ ഒടുവിലത്തെ കേരള സന്ദർശനം. ആധുനിക കാലത്തെ അത്ഭുത സംഭവം എന്നാണ് ഗാന്ധിജി ഇതിനെ വിശേഷിപ്പിച്ചത്. ഇനി നമുക്ക് ഗാന്ധിജിയുടെ ആത്മകഥയെക്കുറിച്ച് എഴുതാം. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകമാണ് ഗാന്ധിജിയുടെ ആത്മകഥ. ഗുജറാത്തി ഭാഷയിലാണ് ആത്മകഥ ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. മഹാദേവ് ദേശായി ഇത് ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റി. ബാല്യം മുതൽ 1920 വരെയുള്ള കാലഘട്ടമാണ് ആത്മകഥയിൽ പ്രധാനമായും ഉള്ളത്. ഏർവാഡ ജയിലിൽ വെച്ചാണ് ആത്മകഥ എഴുതി തുടങ്ങിയത്. നവജീവൻ എന്ന പ്രസിദ്ധീകരണത്തിലാണ് ആത്മകഥ ആദ്യം പ്രസിദ്ധീകരിച്ചത്. ഇനി ഗാന്ധിജിയെക്കുറിച്ചുള്ള കുറച്ച് പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതാവുന്നതാണ്. ഇനി നമുക്ക് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ദിനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി എന്ന പേരിൽ ദേശീയ അവധി നൽകി ആചരിക്കുന്നു. അഹിംസാധിഷ്ഠിത സത്യാഗ്രഹം എന്ന ഗാന്ധിയൻ ആശയത്തോടുള്ള ബഹുമാനാർത്ഥം ഐക്യരാഷ്ട്രസഭ ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായി 2007 മുതൽ ആചരിക്കുന്നു. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായി 2003 മുതൽ ജനുവരി 9 ഭാരത സർക്കാർ പ്രവാസി ദിനമായി ആചരിക്കുന്നു. ഗാന്ധിജി വധിക്കപ്പെട്ട ദിവസം ജനുവരി 30 രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നു. അതിനുശേഷം ഗാന്ധി വചനങ്ങൾ നമുക്ക് എഴുതാം. ഒരുപാട് സന്ദേശങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അത് നമുക്ക് എഴുതാവുന്നതാണ്. ഇനി ഗാന്ധി ക്വിസ് തയ്യാറാക്കാം. ഒരു 10 ചോദ്യങ്ങൾ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടത് എഴുതി തയ്യാറാക്കുക. അവയുടെ ഉത്തരങ്ങളും എഴുതുക. അപ്പോൾ ഇത്രയുമായാൽ ഗാന്ധി പതിപ്പ് തയ്യാറായി. ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം. ഗാന്ധിജിയെക്കുറിച്ചുള്ള ചിത്രങ്ങളും ഫോട്ടോസൊക്കെ കിട്ടുകയാണെങ്കിൽ അതുകൂടി ആഡ് ചെയ്യുക. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഗാന്ധി പതിപ്പ് തയ്യാറാക്കാൻ റെഡിയായല്ലോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.